ഹായ് ഫ്രണ്ട്സ്, വയനാട് റൈഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 900 കണ്ടിയിലെ ഓഫ് റോഡ് കാഴ്ചകളൊക്കെ ഞാൻ ഒന്നാമത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഒരു ട്രക്കിംഗ് ആണ്. ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ കൊടും കാട്ടിലൂടെയുള്ള ട്രക്കിംഗ് ആണ്. കുറച്ച് ദൂരെ, ഏകദേശം 4-5 കിലോമീറ്റർ അപ്പുറത്ത് മനോഹരമായിട്ടുള്ളൊരു വാട്ടർഫാൾ ഉണ്ട്, ഇൻഫിനിറ്റി പൂൾ എന്ന് പറയും. ആ വാട്ടർഫാളിലേക്കാണ് നമ്മളിനി ട്രക്കിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ എന്ത് ചെയ്യുക, ട്രക്കിംഗ് ചെയ്യാൻ വേണ്ടി വരിക. കുറച്ച് സാഹസികത നിറഞ്ഞ ട്രക്കിംഗ് ആണെന്നാണ് പറഞ്ഞത്. ഗൈഡുകളൊക്കെ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. എന്തിനാണ് അത്ര റിസ്ക് എടുക്കുന്നത്? വഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം പോവാൻ. ഹെവി ടാസ്ക് man, we smiled. അട്ടെല്ലാം കടിക്കും ചിലപ്പോൾ കേട്ടോ. എന്തൊരു അട്ടയാണോ? സാനിറ്റർ വെച്ച് അടിച്ചാൽ അവിടെ കടിച്ചെന്നോട്ടെ, ഒഴിഞ്ഞ് കഴിയുമ്പോൾ ചെയ്താൽ മതി. അല്ലെ, അട്ട ഒഴിഞ്ഞ് സിക്കുന്ന സ്ഥലത്തുനിന്നേ ചെയ്താൽ മതി. എൻ്റെ ഇവിടെ കടിച്ച ആവശ്യം. എൻ്റെ ഒന്നൊന്നര ടാസ്കായില്ല. അടിച്ചാ എന്താ എവിടെ ഹെവി ടാസ്ക് ട്രക്കിംഗ് ആയിരുന്നു. ഒരു രക്ഷയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ അനുഭവം ഉള്ളത്. കാട്ട ഫോറസ്റ്റ്, എല്ലാവരുടെ കാലിൽ അട്ട അടിച്ചിട്ടുണ്ട്. അടിച്ചാ ഇഷ്ടം പോലെ ഉണ്ടാ സ്റ്റാറ്റിസ്റ്റിക് ഇടാൻ വേണ്ടിയുള്ള പിന്നെ എന്താണ് നോക്കി ഇറങ്ങണ്ടേ?
പോകുന്ന വഴിയാണല്ലോ അത്. ആളുകൾ പോകുന്ന വഴി തന്നെയാണല്ലോ. ഞങ്ങൾക്ക് ഈ ഇടയ്ക്ക് വന്നിരുന്നില്ല. പോകാൻ പറ്റുമോ? ഈ ടോപ്പിൽ പോകണമെങ്കിൽ നമ്മൾ നാളെ എത്തും. വൈകുന്നേരം എത്തും. നാളെ വൈകുന്നേരം എത്തും ആ ടോപ്പിലേക്ക്. ആ വരും. അത് ഇത് വൈഡാടാ. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കണം ഇൻഫിനിറ്റി പൂൾ. വീഡിയോ എടുക്കട്ടെ സ്ഥലമുണ്ടെങ്കിൽ. ആ പ്രശ്നം നിജേഷ് ബ്രോ, നിജേഷ് ചേട്ടാ, അതെ ഒന്നൊന്നര വൈബാണ് ഇവിടെ. രക്ഷയില്ല. വാട്ടർഫാളിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. താഴോട്ട് നമ്മൾ ഇറങ്ങി പോകണം. അവിടെ ആളുകൾ നിൽക്കുന്നുണ്ടാവും. ആ കാഴ്ചകൾ നമുക്ക് അടുത്തതിൽ കാണാം. അങ്ങോട്ട് പോകണം. ഞങ്ങൾ ഏറ്റവും ടോപ്പിലായപ്പോൾ നിൽക്കുന്നത്. താഴോട്ട് ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. നടപ്പില്ലല്ലോ. നടത്തുമ്പോൾ തിരിച്ച് നമ്മൾ പോകുന്നില്ലേ? കണ്ടിയല്ലോ അല്ലേ? 20,000 കണ്ടി. ആ സൗണ്ടൊന്നും പോക്കര മാറ്റാം. ഒന്ന് ഞാനിപ്പോൾ വീഡിയോസിൽ സോങ്സ് പറയാറില്ല, ഒഴിവാക്കിയിട്ടുണ്ട്. അടിപൊളിയാണ്. ഓക്കെ. പൊളിച്ചില്ലേ? ഓ എൻ്റെ വെള്ളത്തിൽ ഇറക്കാം. ഗോപ്രോ വെള്ളത്തിലിടാം, പ്രശ്നമൊന്നുമില്ല. ഇത്രയും ഈ വെള്ളം ഇതിലെ കൂടെ വരാൻ ബുദ്ധിമുട്ടുള്ള കാരണം നിങ്ങൾക്ക് പൈപ്പ് ഇട്ട് കൊടുത്താൽ കാണാതെ പോയത്. ഒരു ബോറടിയില്ല. ഞങ്ങൾ കുറച്ച് 2-3 പേര് ഞങ്ങൾ റൈഡേഴ്സാണ്. ശരിക്കും ഓൾ ഇന്ത്യക്ക് അടിച്ച ടീമുകളാണ്. അറിയാം. ഞാനും പിന്നെ മറ്റേ താടികാരുണ്ടല്ലോ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ ഞങ്ങൾ പയ്യന്മാർ ഒരു 4 പേര് 2 പേര് അടിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പെർമിഷൻ എടുക്കണം. കുറേ സ്ഥലത്ത് പെർമിഷൻ എടുക്കാണ്ട്. അതായത് ഇന്റർ സ്റ്റേറ്റ് കിടക്കണമെങ്കിൽ, ചില സ്റ്റേറ്റിൽ കിടക്കണമെങ്കിൽ നമുക്ക് ഇന്റർലൈൻ പെർമിറ്റ് വേണം. ഇപ്പോൾ കാശ്മീരിക്ക് ഇന്റർലൈൻ പെർമിറ്റ് വേണം. പിന്നെ നോർത്ത് ഈസ്റ്റിൽ അരുണാചൽ പ്രദേശ്, സിക്കിം, നാഗാലാൻഡ് അവിടത്തേക്ക് പെർമിഷൻ എടുക്കണം. അത്രേ ഉള്ളൂ. വേറെ പണിയൊന്നുമില്ല. പിന്നെ കിട്ടാതെ പെർമിഷൻ നമ്മൾ ഇന്ത്യൻ സിറ്റീസൺ ആയാൽ മതി. ഒരു പ്രശ്നമില്ല. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാം. അതിനൊന്നും പ്രശ്നമില്ല. കാശ്മീർ ലഡാക്കൊക്കെ നിങ്ങൾ പ്ലാൻ ഉണ്ടാവുക. അപ്പോൾ അതിന് നിങ്ങൾ കാശ്മീർക്ക് നമ്മൾ ശ്രീനഗർ പോകണമെങ്കിലൊന്നും പെർമിഷൻ വേണ്ട. ലഡാക്ക് കയറണമെങ്കിൽ പെർമിഷൻ, സിറ്റി വരെ പെർമിഷൻ വേണ്ട. സിറ്റിയിൽ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ പെർമിഷൻ വേണം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, അവിടുത്തെ ഓഫീസിൽ കിട്ടും. ഒരാൾക്ക് 700 രൂപ എടുത്താൽ അവിടെ കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് ഇത് തന്നെ പോട്ടെ, ടാസ്ക് എടുക്ക്. അതിൽ പോവല്ലേ, ഇതിൽ പോ. ഇതാണ് പോയി. കല്ലും വെള്ളം ശബരിമലക്ക്.
അകല്ലും വെള്ളം ശബരിമലക്ക്. ഇവിടെ ഒറ്റപ്പെട്ട രീതിയിൽ കണ്ടതാണ്. ആരെങ്കിലും ഇതിന്റെ മക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ 900 കണ്ട് ഏരിയയിൽ വന്നാൽ കിട്ടും. വയസ്സായ സുഖമില്ലാത്ത ഞാൻ താഴെ നിൽക്കാം. ആഫ്രിക്കൻ വെച്ചില്ലേ? ഇൻഫിനിറ്റി പൂളിൽ ട്രക്കിംഗ് കഴിഞ്ഞ് അപ്പോൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വളരെയധികം ക്ഷീണിച്ചു പറയാം. ഏകദേശം ഒരു 6 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നു. ഒരു രക്ഷയില്ലാത്ത നടത്തായിരുന്നു. കൊടും കാട്ടിലൂടെ വഴികളെല്ലാം വെട്ടിയിട്ടാണ് നടന്നത്. അതുപോലെ പാറക്കെട്ടിൽ നിന്ന് പാറക്കെട്ടിലേക്ക് ചാടിയിട്ടും വെള്ളത്തിലൂടെ നടന്നിട്ടും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗത്തും അട്ടയാണ്. അട്ടയ്ക്ക് ഒരു രക്ഷയില്ല. അട്ടകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ഷൂവിൻ്റെ ഉള്ളിൽ അട്ട കയറുന്നു, ചെവിയിൽ അട്ട കയറുന്നു, കണ്ണിൻ്റെ അവിടെ വരെ അട്ട കടിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത അട്ടയുണ്ട്. ഈ അട്ട ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായും കരുതേണ്ടത് എന്താണ്? സാനിറ്റൈസർ നമ്മൾ കയ്യിൽ കരുതിയാൽ മതി. അത് അടിച്ചു കൊടുത്താൽ അട്ട ചത്തുപോകും. പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ലൈറ്ററോ ചുണ്ണാമ്പോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാലും അട്ട ചത്തുപോകുന്നതാണ്. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളായിരുന്നു. നിങ്ങളെല്ലാം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ആ ഒരു കാഴ്ചയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഒരു സൈലന്റ് ഏരിയയാണ്, ഫ്രഷ് എയർ കിട്ടുന്ന ഏരിയയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം വേണമെങ്കിൽ ഇവിടെ ചിലവഴിക്കാൻ വേണ്ടി തോന്നും. അപ്പോൾ ഞങ്ങൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞു ഞങ്ങളെ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ മടങ്ങുകയാണ്. ഇവിടുന്ന് തൊള്ളായിരംകണ്ടിയിൽ നിന്ന് മടങ്ങിയിട്ട് ഈ ആരണമല, അട്ടമല എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കാഴ്ചകളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മളിനി വേറൊരു സ്ഥലത്തേക്കാണ് റൈഡ് പ്ലാൻ ചെയ്യുന്നത്. അത് കറക്റ്റ് ഓഫ് റോഡാണ് കേട്ടോ. രക്ഷയില്ലാത്ത ഓഫ് റോഡാണ് അത് ഇന്ന് വൈകുന്നേരം ഞങ്ങൾ അങ്ങോട്ട് എത്തണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി തൊള്ളായിരംകണ്ടിയിൽ നിന്നും മടങ്ങിയിട്ട് നമുക്ക് കുറച്ച് ഭംഗി കാര്യങ്ങളൊക്കെയുള്ള തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കാം.
പുള്ളിക്കാരനെ സീനില്ലായിരുന്നു ഇരിക്കുന്നു. രണ്ടും പിടിക്കുമല്ലോ അല്ലേ? ഓക്കെ എടുക്കാം. ഇവിടെ നേരിച്ച് നോക്കി അരണപ്പുഴ റോഡ്. തൊള്ളായിരം കണ്ടിയിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അരണമലയിലെത്തി, ചൂരൽമലയിലെത്തി, അട്ടമലയെത്തി. ഇവിടെ എല്ലാം ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളാണ്. പിന്നെ വേണ്ട ഒരു വാട്ടർഫാൾ ഉണ്ട്. ആ വാട്ടർഫാൾ ക്ലോസ്ഡ് ആണ്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാമായിരുന്നു. എന്തായാലും ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് കട്ട് ഓഫ് റോഡ് വീഡിയോ ആണ്. ഞങ്ങൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. ആ എപ്പിസോഡ് ഇനി അടുത്ത തവണ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.